ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻവാല. നമ്മൾ നൂനിയയിലെ 12ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് കേൾക്കാൻ പോകുന്നത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നൂനിയയുടെ മുഖദ്ദിമയിൽ പറയാണ്: വനഖൂൽ ഇന്നല്ലാഹ ഫൗഖ സമാവാതിഹി മുസ്തവിൻ അലാ അർശിഹി. നാം പറയുന്നു, അല്ലെങ്കിൽ നാം പറയട്ടെ, അഹ്ലുസുന്നയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന വ്യക്തി പറയാൻ: ഇന്നല്ലാഹ ഫൗഖ സമാവാതിഹി, അള്ളാഹു അവൻ്റെ ആകാശങ്ങൾക്ക് ഉപരിയാണ്, മീതെയാണ്. മുസ്തവിൻ അല അർശിഹി, സിംഹാസനത്തിന് മീതെയാണ്. ബാഇനുൻ മിൻ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിൽ നിന്ന് അവൻ വേറിട്ടവനാണ്. സൃഷ്ടികളിൽ ലയിച്ച് വിലയം പ്രാപിക്കുകയോ സൃഷ്ടിയിലേക്ക് അവതരിക്കുകയോ സൃഷ്ടാവിൽ ലയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാതെ സൃഷ്ടി ഒന്ന് വേറെ സൃഷ്ടാവ് ഒന്ന് വേറെ എന്നിങ്ങനെ വേറിട്ട് നിൽക്കുന്നവനാണ്. ലൈസ ഫീ മഖ്ലൂഖാതിഹി ഷൈഉൻ മിൻ ദാതിഹി, അവൻ്റെ സൃഷ്ടികളിൽ ഒന്നും തന്നെ അവൻ്റെ സത്തയിൽ ലയിച്ചിട്ടില്ല, സത്തയുടെ ഭാഗമായിട്ടില്ല. വലാ ഫീ ദാതിഹി ഷൈഉൻ മിൻ മഖ്ലൂഖാതിഹി, ലൈസ ഫീ മഖ്ലൂഖാതിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നും തന്നെ ഇല്ല. മിൻ ദാതിഹി, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി. അതേപോലെ വലാ ഫീ ദാതിഹി, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലില്ല. ഷൈഉൻ മിൻ മഖ്ലൂഖാതിഹി, സൃഷ്ടികളിൽ യാതൊന്നും. അപ്പോൾ സൃഷ്ടി സൃഷ്ടാവിൽ ലയിക്കുകയോ സൃഷ്ടാവ് സൃഷ്ടിയിലേക്ക് അവതരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സൃഷ്ടി ഒന്ന് വേറെ സൃഷ്ടാവ് ഒന്ന് വേറെ, ഇങ്ങനെയാണ്. അപ്പോൾ അദ്വൈതവാദത്തിനും അവതാരവാദത്തിനും ഒക്കെ ഗണ്ണനമായി അള്ളാഹു ഒന്ന് വേറെയും സൃഷ്ടികൾ ഒന്ന് വേറെയും എന്നുള്ള തൗഹീദിൻ്റെ ആദർശമാണ് ഇവിടെ പറയുന്നത്. വ ഇന്നഹു തആല, തീർച്ചയായും അല്ലാഹു തആല, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, വിശിഷ്ടമായ വചനങ്ങൾ അവനിലേക്ക് കയറിപ്പോകുന്നു, ഉയർന്നു പോകുന്നു. വതഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി, മലക്കുകൾ അവനിലേക്ക് കയറിപ്പോകുന്നു. അതേപോലെ റൂഹ്, ആത്മാവ് അവനിലേക്ക് ഉയർന്നു പോകുന്നു. ഇതെല്ലാം പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്ത്, അള്ളാഹുവിൻ്റെ ഔന്നിത്യം, ദാത്തിയായും അതേപോലെ തന്നെ അല്ലാതെയും അള്ളാഹു അത്യുന്നതനാണ്. അവൻ്റെ സത്ത സൃഷ്ടികളിലേതുപോലെ താഴ്ന്നു നിൽക്കുന്നതോ അല്ലെങ്കിൽ സൃഷ്ടികളുമായി ലയിക്കുന്നതോ അല്ല. മറിച്ച് അവൻ്റെ അസ്തിത്വപരമായി ദാത്തിയായി അള്ളാഹു എന്താണ്? മീതയാണ്, എല്ലാ സൃഷ്ടികൾക്കും മീതയാണ്. അൽ ഉലൂവു ദാത്തി. അതേപോലെ അള്ളാഹു അവൻ്റെ സൃഷ്ടികളിലേക്ക് ലയിക്കുകയോ അവയുമായി കൂടിച്ചേരുകയോ ചെയ്യുന്നില്ല. അള്ളാഹുവിൻ്റെ ഉലൂവിനെ അറിയിക്കുന്ന ദാത്തിയായ ഉലൂവ് മനസ്സിലാക്കി തരുന്ന പല സംഗതികളുമാണ് ഈ പറഞ്ഞത്. സൽക്കർമ്മങ്ങൾ, സദ്വചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലു സ്വാലിഹ്, ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ. അതേപോലെ തഅറുജുൽ മലായികത്തു വറൂഹു, ഖുർആൻ പറഞ്ഞതാണ്. മലക്കുകൾ അവനിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ കയറിപ്പോകണമെങ്കിൽ എന്ത് വേണം? ഉന്നതിയിലാകണം, ഉയർന്ന നിലയിലാകണം. അപ്പോൾ ദാത്തിയായും അള്ളാഹു ഉലൂവിലാണ്. അതേപോലെ തന്നെ അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ എല്ലാ നിലയിലുമുള്ള ഗുണങ്ങൾ അത്യുന്നതമാണ്. ചില ആളുകൾ ദാത്തിയായ ഉലൂവിനെ നിഷേധിച്ചുകൊണ്ട് സിഫത്തിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഗുണപരമായ ഔന്നത്യത്തെ, എല്ലാവരേക്കാളും ഉന്നതമായ ഗുണങ്ങൾ എന്ന അർത്ഥത്തിൽ അവൻ്റെ ഉലൂവിനെ ആ രീതിയിൽ മാത്രം പരിമിതപ്പെടുത്താറുണ്ട്. ഇവിടെ പറഞ്ഞത് ദാത്തിയായ ഉലൂവ് തന്നെയാണ്. അതുകൊണ്ടാണ് മലക്കുകളും റൂഹും
അൽ കലിമു ത്വയ്യിബ് ഇവയെല്ലാം അള്ളാഹുവിലേക്ക് കയറിപ്പോകും, ഉയർന്നു പോകുമെന്ന് പറഞ്ഞത്. വ ഇന്നഹു യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്, ഉപരിയിൽ നിന്ന്, ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. സുമ്മ യഅറുജു ഇലൈഹി, പിന്നെ എല്ലാം അവനിലേക്ക് കയറിപ്പോകുന്നു. വ ഇന്നൽ മസീഹ അലൈഹി സ്വലാത്തു വസ്സലാം റുഫിഅ ബിദാതിഹി ഇലല്ലാഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ശത്രുക്കൾ നശിപ്പിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തി വന്ന ആ സന്ദർഭത്തിൽ ക്രൂശീകരിക്കുവാനോ കൊന്നുകളയാനോ ഒന്നും അവർക്ക് കിട്ടിയില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു അവനിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉയർത്തി. ഈസാ നബിയുടെ സ്ഥാനം ഉയർത്തിയെന്നല്ല, അദ്ദേഹത്തിൻ്റെ ദാത്ത്, അദ്ദേഹത്തെ തന്നെ സത്താപരമായി ഈസ അൽ മസീഹ് എന്ന അള്ളാഹുവിൻ്റെ അടിമയെ അള്ളാഹു ഉയർത്തി. അപ്പോൾ ഉയർത്തണമെങ്കിൽ അള്ളാഹു എവിടെയായിരിക്കണം? ഉന്നതിയിലായിരിക്കണം. വ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിജ ബിഹി ഇലല്ലാഹി ഹഖീഖത്തൻ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉലൂവ്, ഔന്നത്യം, ഉന്നതിയിലാണ് പടച്ചവൻ എന്ന് മനസ്സിലാക്കി തരുന്ന മറ്റൊരു തെളിവാണ് ഇസ്രാഇൻ്റെയും മെഹ്റാജിൻ്റെയും സംഭവം. മെഹ്റാജ് പോയത് താഴേക്കല്ല, ഉന്നതങ്ങളിലേക്കാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശാരോഹണത്തിലൂടെ കൊണ്ടുപോയി. അത് സ്വപ്നത്തിലല്ല, സാങ്കല്പികമല്ല, ആത്മീയമായിട്ടുള്ളൊരു പോക്കല്ല, ഹഖീഖത്തൻ, ശരിയായ രീതിയിൽ ജസദിയായി ആത്മാവോടും റൂഹോടും കൂടി ഉയർത്തപ്പെട്ടു എന്നതാണ്. അപ്പോൾ ഉയർത്തപ്പെടണമെങ്കിൽ അള്ളാഹു ഫിസ്സമാ, അതേപോലെ അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്ത് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐനല്ലാ എന്ന് ചോദിച്ച ആ ജാരിയത്തിൻ്റെ സംഭവം സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. അപ്പോൾ ആ സ്ത്രീ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സാക്ഷ്യപ്പെടുത്തിയല്ലോ, അഴ്തിഖഹ ഇന്നഹ മുഅ്മിന, നീ അവളെ മോചിപ്പിച്ചുകൊള്ളുക, അവൾ വിശ്വാസിനിയാണ്. അപ്രകാരം തന്നെ വ ഇന്ന അർവാഹൽ മുഅ്മിനീന തസ്ഉദു ഇലല്ലാഹി ഇൻദൽ വഫാത്ത്, മരണസന്ദർഭത്തിൽ സത്യവിശ്വാസികളുടെ ആത്മാക്കൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകും, കയറിപ്പോകും. അള്ളാഹുവിൻ്റെ ഉലൂവാണ് ആ വസ്തുതയും നമ്മെ അറിയിക്കുന്നത്. ഫതുഅറളു അലൈഹി, എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ആത്മാവുകളെ, റൂഹുകളെ നിർത്തപ്പെടും. വതഖിഫു ബൈന യദൈഹി, അവ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കും. അപ്പോൾ ഉയർന്നു പോകണം, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണം എന്നൊക്കെയുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഉലൂവിയായ ഒരു സിഫത്ത്, അസിഫത്തു ദാത്തിയ ലില്ലാഹി അൽ ഉലൂ, ഉലൂവ് എന്ന അള്ളാഹുവിൻ്റെ ദാത്തിയായ ഒരു സിഫത്താണ് ഇവിടെയൊക്കെ ഈ വസ്തുതകൾ നമ്മെ അറിയിക്കുന്നത്. പിന്നെ വഇന്നഹു തആല ഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതുപോലെ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, അള്ളാഹു അവൻ്റെ സൃഷ്ടികളുടെ മേൽ ആധിപത്യവും അധികാരവും ഉള്ളവനാണ്, അടക്കി ഭരിക്കുന്നവനാണ്. അപ്പം അള്ളാഹുവിൻ്റെ ആധിപത്യവും അധികാരവും, അള്ളാഹു അവരുടെ മീതെ അടക്കി ഭരിക്കുന്നവൻ. വഹുവൽ അലിയുൽ അഅല, അവൻ അത്യുന്നതനാണ്. അപ്പം അത്യുന്നതൻ എന്നത് കേവലം ഏതെങ്കിലും ഒരു വിശേഷണത്തിലോ ഒരു ഗുണത്തിലോ മാത്രമല്ല, അള്ളാഹു ദാത്തിയായി തന്നെ, സത്താപരമായി തന്നെ എന്താണ്? ഉലൂവിലാണ്. അള്ളാഹുവിൻ്റെ മഅയ്യത്തിന് അത് എതിരല്ല. ഇൻഷാ അല്ലാഹ് അത് വരുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ദാത്തിയായിട്ടുണ്ട് എന്നല്ല. അള്ളാഹുവിൻ്റെ ദാത്ത് നമ്മോടൊപ്പം നടക്കുന്നുവെന്നോ, നാം ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുമെന്നോ, നാം സംസാരിക്കുമ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുമെന്നോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ ദാത്ത് ഇവിടെ തന്നെയാണ്, അൽ ഉലൂ, സൃഷ്ടികൾക്ക് മീതെയായി, ഉപരിയിലാണ്. വഹുവൽ അലിയുൽ അഅല വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി. അപ്പോൾ നമ്മളോടൊപ്പം അള്ളാഹുവിൻ്റെ ഇൽമുണ്ട്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുണ്ട്, അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, ഒക്കെയുണ്ട്. മഅയ്യ
മഅയ്യത്തു തഅയീദ് വന്നസ്ർ. എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്ത് എപ്പോഴും സൃഷ്ടികൾക്ക് മീതെയാണ്. വഇന്നൽ മുഅ്മിനീന വൽ മലായികത്തൽ മുഖറബീൻ യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. സത്യവിശ്വാസികളും മുഖറബീങ്ങളായ മലക്കുകളും അവരുടെ മീതെയുള്ള പടച്ച റബ്ബിനെ സംബന്ധിച്ച് പേടിപ്പെടുന്നവരാണ്, ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഭീതിയുമൊക്കെ അവർക്കുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും കോപത്തെക്കുറിച്ചുമെല്ലാം അവർ ഭയപ്പാടിലാണ്. അപ്പോൾ സത്യവിശ്വാസികളാകട്ടെ, മലക്കുകളിൽ ഏറ്റവും ഉന്നതരായ മുഖറബീങ്ങളായ ആളുകളാകട്ടെ, അവരുടെ മീതെയുള്ള പടച്ചവനെയാണ് അവർ പേടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്ത് പ്രമാണങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വഇന്ന ഐദിയ സഇലീൻ തുർഫഉ ഇലൈഹി. ദുആ ചെയ്യുന്ന ആളുകളുടെ കൈകൾ അവനിലേക്ക് ഉയർത്താണ്. അതും മറ്റൊരു തെളിവാണ്. ഫിത്രിയായിട്ട് തന്നെ മീതെയുള്ളവൻ കാണും എന്ന് ചിലപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തന്നെ പറയലുണ്ട്. മേലെ ഒരാളുണ്ടല്ലോ എന്ന് പറയും. അതെന്താണ്? ഒരു ഫിത്രിയായ ദലീലാണ്, തെളിവാണത്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപിയാണ്, സൃഷ്ടികളിൽ ലയിച്ചവനാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഇടത്തോട്ടും വലത്തോട്ടും കീഴ്പോട്ടും ഒന്നും കൈകൾ നീട്ടിയിട്ട് ദുആ ചെയ്യുന്നില്ല. കൈകൾ ഉയർത്തുമ്പോൾ മീതേക്ക് ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ കാണാം, മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയിലും അറഫ സന്ദർഭത്തിലെ ദുആയിലും സഫ മറുവക്കിടയിൽ ഉള്ള ദുആയിലുമൊക്കെ കൈകൾ ഉയർത്തുന്നത് എങ്ങനെയാണ്? ആകാശത്തിലേക്കാണ്, മീതെയാണ്, മേലിലേക്കാണ് എന്നർത്ഥം, മുകളിലേക്ക്. വഹവാഇജഹും തുഅറദു അലൈഹി. അടിമകളുടെ, പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടും, സമർപ്പിക്കപ്പെടും. ഫഇന്നഹു സുബ്ഹാനഹു ഹുവൽ അലിയുൽ അഅല ബികുല്ലി ഇഅ്തിബാർ. എല്ലാ നിലയിലും അള്ളാഹു അത്യുന്നതനാണ്. അവൻ ദാത്തിയായും അവൻ്റെ സിഫത്തുകളുടെ കാര്യത്തിലുമൊക്കെ സൃഷ്ടികളിൽ നിന്ന് തികച്ചും അത്യുന്നതനാണ്. ഇന്നല്ലാഹ തആല ഫൗക അർശിഹി മുസ്തവിൻ അലൈഹി. സിംഹാസനാരോഹിതനാണ്. വഫൗക ജമീഇൽ മഖ്ലൂഖാത്ത്. എല്ലാ സൃഷ്ടികളെക്കാളും മീതെയാണ് അല്ലാഹു. ബാഇനും മിൻ ഖൽഖിഹി. സൃഷ്ടികളിൽ നിന്ന് വേറിട്ടവനാണ് അല്ലാഹു. എന്താണ് വേറിട്ടവൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ദാത്ത് സൃഷ്ടികളിൽ ആരിലും അവതരിച്ചിട്ടില്ല. സൃഷ്ടികൾ ആരും അള്ളാഹുവിലേക്ക് ലയിച്ച് വിലയം പ്രാപിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ സ്രഷ്ടാവിൽ വിലയം പ്രാപിക്കുന്ന സ്ഥിതിയില്ല. എത്ര ഉന്നതനായാലും സൃഷ്ടി വേറെ തന്നെയാണ്. സൃഷ്ടാവ് അത്യുന്നതനായി വേറെ തന്നെ നിലകൊള്ളുന്നു. അതേപോലെ ദൈവം സൃഷ്ടിയിൽ ലയിക്കുന്നു എന്ന അവതാര സങ്കല്പവും ഇസ്ലാമിന് അന്യമാണ്. അതാണ് ബൈനൂനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടികളിൽ നിന്ന് അതീതനാണ്, പ്രപഞ്ചാതീതൻ, അല്ലെങ്കിൽ സൃഷ്ടികൾക്കതീതൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. സൃഷ്ടികളെ പോലെയല്ല. ബാഇനുൻ മിൻ ഖൽഖിഹി എന്ന് സലഫുകൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അതല്ലാതെ ഇന്നല്ലാഹ തആല ലാ യഹില്ലു ഫീ ഷൈഇൻ മിൻ മഖ്ലൂഖാതിഹി വലാ യഹില്ലു ഫീഹി ഷൈഉൻ മിൻ മഖ്ലൂഖാതിഹി. അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലേക്കും ഒന്ന് വിലയം പ്രാപിക്കുകയോ അവതരിക്കുകയോ ചെയ്യൂല. അവൻ്റെ സൃഷ്ടികളിലൊന്നും അള്ളാഹുവിലേക്ക് തിരിച്ചും വിലയം പ്രാപിക്കുകയോ ലയിച്ചു ചേരുകയോ ചെയ്യുകയില്ല. വഹാദാ ഹുവ മഅനൽ ബൈനൂന അല്ലത്തി അബ്ബറ അൻഹ സലഫു ഫീ ഖൗലിഹി ബാഇനുൻ മിൻ ഖൽഖിഹി. അള്ളാഹുവിൻ്റെ ഉലൂവ് നിരവധി വചനങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. നേരത്തെ പലതും പറഞ്ഞു. ഖുർആൻ തന്നെ പറഞ്ഞ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ ആയത്ത്. തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി, സൂറത്തുൽ മആരിജ്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, സൂറത്തുൻ നിസായിലെ 158. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅറാജ്
ഇങ്ങനെ തുടങ്ങി കുറേ കുല്ലു ഹാദിഹിൽ മആനി ലാ തകൂനു ഇല്ലാ ലിൽ ഉലൂ ഹക്കദ അസ്ബത്തൽ മുവഹിദ്. അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്ത് അംഗീകരിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസി, ഒരു യഥാർത്ഥ ഭക്തൻ, മുഅ്മിൻ, അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്തിനെ ഇത്തരം തെളിവുകളിലൂടെ സ്ഥിരീകരിക്കുന്നു. അസ്ബത്തൽ മുവഹിദു അന്നൽ ഖുർആന കലാമുല്ലാഹി ഹഖീഖത്തൻ വ അന്നല്ലാഹ തആല ഫൗക അർശിഹി ബാഇനും മിൻ ഖൽഖിഹി. ഇതാണ് ഒരു മുവഹിദിൻ്റെ അഥവാ അഹ്ലുസുന്നയുടെ ആ വിഷയത്തിലുള്ള നിലപാട്. ഖുർആനിൻ്റെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്തിനെ സംബന്ധിച്ചു. എന്നാൽ ആ സിഫത്ത് നിഷേധി എന്ത് പറയുന്നു? അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ് നമുക്കത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.